ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കീം എക്സാം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഞാനും എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ഡൗട്ടാണ്, എന്താ ഈ കീം എക്സാം? ഓക്കെ, എഞ്ചിനീയറിംഗ് ആർക്ക് മാത്രം എഴുതേണ്ടതാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കീമിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എക്സാമാണ്. അപ്പോൾ ഇതിൽ പല പല റോൾസിലേക്ക് അല്ലെങ്കിൽ പല പല കോളേജസിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ഫ്രീ എൻട്രി പോലെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു 80% ഓഫ് ആൾക്കാർ അത് +2 കഴിഞ്ഞവർ മിക്കവാറും ഇത് രജിസ്റ്റർ ചെയ്ത് കാണും. അതായത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് തരാനത് അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനെപ്പറ്റി കുറേ വിശദമായിട്ട് അറിയാവുന്നവർ ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇടാനായിരുന്നു. പക്ഷേ അതിൻ്റെ ഇനി കീമിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആർക്കിടെക്ചറിൻ്റെ കാര്യം ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്യുവർലി കീം ആൻഡ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കേസ് തന്നെ പറയും. ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു ഗവൺമെൻറ് കോളേജിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ആക്ച്വലി ആകെ ഒരു ഞാൻ സ്കൂളിൽ ഇപ്പോൾ ഞാൻ 1 തൊട്ട് LKG തൊട്ട് 12th വരെ പഠിച്ചതിൻ്റെ പകുതിയിലേക്ക് അത്രയും കുറച്ച് ഫീസ് കൊണ്ടാണ് ഞാൻ കോളേജ് തീർത്തത്. 4 വർഷത്തെ കോളേജ് ഡിഗ്രി ഞാൻ തീർത്തത് വെറും ഒരു 32,000 അണ്ടർ ഒരു 40ക്ക് അണ്ടറാണ് ഞാൻ തീർത്തത്. കാരണം ഞാൻ പ്യുവർലി ഗവൺമെൻറ് ആയിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു PTA ഫണ്ട് അങ്ങനെ പോലും ഒരു ഫണ്ടുകളൊന്നും ഇല്ലായിരുന്നു. സ്മോൾ എമൗണ്ട് ഓഫ് PTA ഫണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ അടച്ചതേ ഉള്ളൂ, അല്ലാതെ വേറൊരു എമൗണ്ട് ഒന്നും പിന്നെ എനിക്ക് അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഹോസ്റ്റലൊന്നും ഇൻക്ലൂഡ് ചെയ്യാതാണ് ഞാൻ പറഞ്ഞ കേട്ടോ. ഹോസ്റ്റലാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് PG നിൽക്കുവാണെങ്കിൽ അതനുസരിച്ച് വരും. എനിക്ക് ഗവൺമെൻറ് ഹോസ്റ്റലുമായിരുന്നു. സോ അതുകൊണ്ട് അതും എനിക്ക് ഭയങ്കര പൈസ നല്ല ക്യാഷ് കുറച്ചാണ് എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. സോ യെസ്, അപ്പം നമ്മൾ ഇത്രയും നാൾ നമ്മുടെ വീട്ടുകാരെല്ലാം നോക്കിയല്ല. അപ്പോൾ ഇനി നമ്മുടെ ഡ്യൂട്ടി എന്താ? ഓക്കെ, എങ്ങനെയെങ്കിലും നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ കയറുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ഫ്രീ ആയിട്ട് നല്ല ഒരു മിനിമൽ കോസ്റ്റ് 8,000 പെർ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറവാണ്. പ്രൈവറ്റിലൊക്കെ 7 lakhs 8 lakhs ആണ് ഫുള്ള് എഞ്ചിനീയറിംഗ് പഠിച്ച് തീരാൻ വേണ്ടത്. മെഡിക്കൽ പിള്ളേരെ സംബന്ധിച്ചും അവർക്കും എത്ര ലക്ഷം, നിങ്ങൾ കേൾക്കുന്നതാണ്, കുറേ ലക്ഷങ്ങളാണ് വേണ്ടത് പഠിച്ചിറങ്ങാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഗവൺമെൻറ് കോളേജിൽ കയറിയാൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് എല്ലാ പിള്ളേർക്കും കിട്ടും. സോ അപ്പം ഇതെങ്ങനെ എക്സാം നമുക്ക് അഡ്മിഷൻ ആയത് ഈ എക്സാം കൊണ്ട് ഏതൊക്കെ കോളേജസിലേക്കാണ് ഉള്ളൊരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിനീയറിംഗ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, ഫാർമസി, MBBS, BDS, ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, അങ്ങനെ കുറേ ഞാൻ അതെല്ലാം നമ്മുടെ സ്ക്രീനിൽ കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഡേറ്റ് സത്യം ഇന്നലെയായിരുന്നു, ഫൈനൽ ഡേറ്റ്. പിന്നെ അഡ്മിഷൻ ടു ദ എഞ്ചിനീയറിംഗ് കോളേജസ്, എല്ലാം എഞ്ചിനീയറിംഗ് കോളേജസിലേക്കാണ് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം കൊണ്ട് KEE എന്നാണ് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം അറിയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എഞ്ചിനീയറിംഗ് പിള്ളേർ അവിടെ പോയാണ് പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ വെയിറ്റേജ് ആണ് 50:50. അതായത് 50 എന്ന് പറയുന്നത് 50% നമ്മൾ എഴുതുന്ന എൻട്രൻസ് എക്സാമിൻ്റെ 50%, ബാക്കി 50% എന്തിൻ്റെയാണ്? ബാക്കി 50% നമ്മുടെ മാർക്ക്, അതായത് +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്ക് നമ്മൾ നോക്കും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്. ഫാർമസിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോഴത്തേക്കും ഫിസിക്സും കെമിസ്ട്രിയും മാത്രമുള്ളൊരു പേപ്പറുണ്ട്. ആ പേപ്പറാണ് അവർ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ സ്കൂളിൻ്റെ ആ ഒരു മാർക്കും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വെയിറ്റേജ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തേന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് CBSE പിള്ളേരുടെ 10% കുറയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു റാങ്ക്, കുഴപ്പമില്ലാത്തൊരു റാങ്ക് കിട്ടിയത്, നല്ല റാങ്കാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു നല്ല റാങ്ക് തന്നെ കിട്ടിയത്. അപ്പോൾ അതിൽ എനിക്ക് നല്ല കീമിന് നല്ല സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു 95% ഓഫ് സ്കൂൾ മാർക്കിൽ നിന്ന് 10% വീണ്ടും കുറച്ചപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത്. 85% ആയി. അപ്പോൾ അങ്ങനെ അതും കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ റാങ്ക് കുറഞ്ഞത്, കൂടിയത്. പക്ഷേ അതാണ് പ്രശ്നം. പക്ഷെ ഇപ്പം നേരെ തിരിഞ്ഞു എന്നാണ് കേട്ടത്. അതായത് അത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് CBSE അവർ എല്ലാ വർഷവും അത് മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനത് ഭയങ്കര റിസർച്ച് ചെയ്തിട്ട് പറയാനത് എൻ്റെ ടൈമിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം നേരെ തിരിഞ്ഞു. സ്റ്റേറ്റ് സിലബസിൻ്റെ മാർക്ക് കുറയ്ക്കുകയും CBSEക്കാരുടെ കറക്റ്റ് അത് തന്നെ എടുക്കുകയും ചെയ്യുക. ഓക്കെ, യെസ്. അപ്പം അതാണ് അങ്ങനെയുള്ളത് കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ നമുക്ക് അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എങ്ങനെയാണ് 4 മാർക്ക്, കറക്റ്റ് ആൻസറിന് 4 മാർക്ക് കിട്ടും, തെറ്റായിട്ടുള്ള ആൻസറിന് 1 മാർക്ക് കുറയും, അൺഅറ്റംപ്റ്റഡിന് 0 മാർക്കാണ്.
അപ്പം ബി ഫാം എക്സാം എന്ന് പറയുന്നത് ശരിക്കും ഇത് രണ്ടും കൂടി ഒരു ദിവസം നടക്കുന്നത്. എൻ്റെ എക്സാം എൻ്റെ ടൈമിൽ എന്ന് വെച്ചാൽ എൻ്റെ എക്സാം കോവിഡ് സമയത്താണ് നടന്നത്. ആ ടൈമിൽ നടന്നുകൊണ്ട് എനിക്ക് എന്തോ രാവിലെയും ഇങ്ങനെ ഒന്നര മണിക്കൂറായിട്ടായിരുന്നു ഷിഫ്റ്റ്. പക്ഷെ ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി 2 PM to 5 PM എപ്പോഴും ഉച്ചയ്ക്കാണ് സമയം തോന്നുന്നു. സിംഗിൾ ഷിഫ്റ്റ് ഫ്രം 2 PM to 5 PM ആയിരിക്കും നമ്മുടെ എക്സാം നടക്കുന്ന ടൈമിങ്. പിന്നെ നമ്മുടെ ഡേറ്റ്സ് എന്ന് വെച്ചാൽ April 24 തൊട്ട് 28 വരെ നടക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഞാൻ എഴുതിയപ്പോൾ ഇങ്ങനെ OMR ഷീറ്റൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ പിന്നെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒക്കെ വന്നത്. യെസ്, അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ്. പിന്നെ മെയിനിലുള്ളത് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കീം റാങ്ക്, കീം ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്, നമ്മുടെ കീമിൻ്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു കീമിൻ്റെ സ്കോർ പ്ലസ് 0.5 ഇൻറ്റു, അതായത് 3 മാർക്സിൻ്റെ, അതിപ്പം എനിക്ക് 95 ആയിരുന്നു. 95 പ്ലസ് 95 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 95 എന്ന് തന്നെ കിട്ടും. അപ്പോൾ അതായിരുന്നു എൻ്റെ ആ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള മാർക്ക് സ്കൂളിൻ്റെ. അത് ഇൻറ്റു 0.5 പ്ലസ് 0.5 ഇൻറ്റു കീം സ്കോർ. അതാണ് ടോട്ടൽ സ്കോറായിട്ട് ഇവർ ഇപ്പം ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാ തവണയും അവർ ചിലപ്പോൾ മാറ്റും. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ മിക്ക ഡീറ്റെയിൽസും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. മെയിൻലി ഉള്ളതെന്ന് വെച്ചാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബി ഫാമിൻ്റേത് എങ്ങനെയാണ്. ബി ഫാം എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രി മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അവരുടെ വേറെ ദിവസമായിട്ട് എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഈ ദിവസമായിട്ട് തന്നെ എടുക്കാം. അത് ഡിപ്പെൻസ്. അത് കീം ചിലപ്പോൾ എല്ലാ തവണയും മാറ്റും. പിന്നെ എഞ്ചിനീയറിംഗ് എക്സാമിന് മാത്സ് വേണം, ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം. ബാക്കിയുള്ള മെഡിക്കൽ റിലേറ്റഡ് എക്സാംസിന് അവർ ഫിസിക്സും കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി. മാത്സ് എഴുതേണ്ട ആവശ്യമില്ല. മാത്സും കൂടെ എഴുതിയാൽ അഡീഷണൽ നമുക്ക് മാർക്ക് കിട്ടുന്നേ ഉള്ളൂ. എനിവേസ് നമുക്ക് രണ്ടായിട്ടായിരിക്കും. ഇപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതിയ ആൾക്ക് എനിക്ക് ആക്ച്വലി ഞാൻ 3 കൂടെ ഒരുമിച്ച് എഴുതി. പക്ഷെ എന്നാലും എനിക്ക് ഫാർമസിക്ക് ഒരു റാങ്ക് ഉണ്ടായിരുന്നു. ഫാർമസിക്ക് എനിക്കത് 4000 സംതിങ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പം കീമിന് വേറെ 3 എണ്ണം കൂടെ കൂട്ടി വേറൊരു റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻലി ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നിങ്ങളിപ്പം +2 നിങ്ങൾക്ക് ഭയങ്കര തറവായിരിക്കും, പക്ഷെ +1 ഇതിൽ വേണം. സോ +1ൻ്റെ പോർഷൻസും നിങ്ങൾ നോക്കി തുടങ്ങണം. അപ്പം നിങ്ങൾ ഈ ചാനലിൽ തന്നെ നിന്ന് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിന്നാൽ ഞാൻ ആക്ച്വലി ഞാൻ മാക്സിമം 11ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യാം. അതായത് നമുക്ക് 12th കവർ ചെയ്ത് കുറച്ച് എക്സസൈസ് അല്ലെങ്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് ഒരുമാതിരി ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. റാദർ ചുമ്മാ പോയി 20 മാർക്ക് മതി കീം എക്സാം ജയിക്കാൻ. പക്ഷെ ആ ഒരു 20 മാർക്ക് കിട്ടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷെ ആ 20 മാർക്ക് കിട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു 10,000 അണ്ടർ ഒരു റാങ്ക് കിട്ടിയാൽ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ, പ്യുവർലി ഗവൺമെൻറ് അല്ലെങ്കിൽ IHRD പോലെയുള്ള ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഒരു റാങ്ക് വേണം. സോ യെസ്, അപ്പോൾ സ്കൂൾ മാർക്ക് മാത്രം മതിയോ എന്ന് ചോദിക്കുന്നതോട് സ്കൂൾ മാത്രം പോരാ. എൻട്രൻസ് എക്സാമിനും കൂടി മാർക്ക് മേടിച്ചാലേ നമുക്ക് നല്ല കോളേജസിലേക്ക് എൻട്രി കിട്ടത്തുള്ളൂ. എന്നോട് സ്കൂളിൽ പഠിച്ച കുറേ പേര് എനിക്കറിയാം. അവർ ആക്ച്വലി സ്കൂളിൽ എന്നെക്കാട്ടും 2-3 റാങ്കിനൊക്കെ കൂടുതലായിരുന്നു. പക്ഷെ എൻട്രൻസ് വന്നപ്പോൾ ആക്ച്വലി ഞാൻ കോച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻട്രൻസ് റാങ്ക് കൂടിയത് കൊണ്ട് തന്നെ, എൻട്രൻസിൻ്റെ മാർക്ക് കൂടിയത് കൊണ്ട് തന്നെ രണ്ടും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്കായിരുന്നു റാങ്ക് കൂടുതൽ. സോ അപ്പോൾ നമുക്ക് ഗവൺമെൻറ് കോളേജസിൽ കയറിയ മെയിൻലി നമുക്ക് പ്ലേസ്മെൻറ്റ്സ് കിട്ടും. പിന്നെ പ്ലസ് അഡീഷണലി നമുക്ക് ആ ഒരു ഫീസ് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കയറാൻ പറ്റും. യെസ്, അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഈ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.